അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 2ാം ക്ലാസ്സിലെ അഖീദയുടെ ഒന്നാമത്തെ പാഠം. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് അറിയാമോ എന്നതാണ്. ആരെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചത് അറിയുമോ? അള്ളാഹുവിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് വസ്തുക്കളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ജീവികളെ കണ്ടിട്ടുണ്ട്. ഈ ജീവികളെയും വസ്തുക്കളെയുമെല്ലാം പടച്ച ഒരാളുണ്ട്. അവനാണ് അള്ളാഹു. ഈ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവല്ലേ? അതെ. ലോകത്തുള്ള സകല ജീവികളെയും സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കിവിടെ ചില ചിത്രങ്ങൾ നൽകിയിട്ട് കാണാം. അതിലൊന്നാമത്തേത് പൂക്കൾ. പൂക്കൾ പടച്ചത് ആരാണ്? അറിയാമോ? അള്ളാഹു. മലകൾ പടച്ചത് ആരാണ്? അറിയാമോ? അള്ളാഹു. ആകാശം പടച്ചത് ആരാണ്? അറിയാമോ? അള്ളാഹു. ഭൂമി പടച്ചത് ആരാണ്? അറിയാമോ? അള്ളാഹു. മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? അറിയാമോ? അള്ളാഹു. എല്ലാത്തിൻ്റെയും ഉത്തരം അള്ളാഹു. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരു പാട്ട് പാടിയാലോ? നമുക്ക് പാടാം. പൂക്കൾ പടച്ചവൻ ആരാണ്? ഭൂമി പടച്ചവൻ ആരാണ്? മാനമൊരുക്കിയതാരാണ്? മലകളൊരുക്കിയതാരാണ്? അവനാണല്ലാഹു. അവനാണല്ലാഹു. പൂക്കൾ പടച്ചവൻ ആരാണ്? ഭൂമി പടച്ചവൻ ആരാണ്? മാനമൊരുക്കിയതാരാണ്? മലകളൊരുക്കിയതാരാണ്? അവനാണല്ലാഹു. അവനാണല്ലാഹു. പൂക്കൾ പടച്ചവൻ ആരാണ്? ഭൂമി പടച്ചവൻ ആരാണ്? മാനമൊരുക്കിയതാരാണ്? മലകളൊരുക്കിയതാരാണ്? അവനാണല്ലാഹു. അവനാണല്ലാഹു. ഇതാണ് ആ പാട്ട്. നമുക്ക് ഇതിലൂടെ എല്ലാം പടച്ചത് ആരാണ് എന്ന് അറിയാനുള്ള ഒരു പാട്ടും കൂടിയാണ്. പൂക്കൾ പടച്ചതാരാണ്? അള്ളാഹു. ഭൂമി പടച്ചതാരാണ്? അള്ളാഹു. മാനമൊരുക്കിയതാരാണ്? അള്ളാഹു. മലകളൊരുക്കിയതാരാണ്? അള്ളാഹു. എല്ലാം അള്ളാഹുവാണ്. ലോകത്തുള്ള സകല ജീവികളെയും സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ തദ്രീബാത്തിലെ രൂപം നോക്കാം. ഒന്നാമത്തേത് നമുക്കെഴുതാം. സൃഷ്ടികളിൽ 5 വസ്തുക്കളുടെ പേര്. 5 വസ്തുക്കളുടെ പേര് നമ്മൾ എഴുതണം. നമുക്ക് പറയാലോ. ആകാശം, ഭൂമി, മലകൾ, പൂക്കൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കളെയും ജീവികളെയും നമുക്ക് പറയാൻ പറ്റും. അതിൽ നിന്ന് 5 മാത്രം അവിടെ എഴുതുക. തദ്രീബാത്തിൻ്റെ അടുത്ത ഭാഗമുള്ളത് നിറം കൊടുക്കാം, ചേർത്ത് വായിക്കാം എന്നുള്ളതാണ്. ഇവിടെ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നിറം നൽകുക. നിറം നൽകിയപ്പോൾ നമുക്ക് ആ നിറത്തിൻ്റെ ചിത്രവും ഇവിടെ എഴുതിയ വാചകവും കൂടി നമുക്ക് പൂർത്തിയാക്കി വായിക്കണം. ആദ്യത്തെ എന്താണ് ചിത്രം? തീ.
തീ പടച്ചവൻ അല്ലാഹു. തീ പടച്ചവൻ അല്ലാഹു. രണ്ടാമത്തത് ഒരു നക്ഷത്രം നമുക്ക് കാണാൻ കഴിയും. അതിന് ചിത്രം നൽകുക, അതിന് നിറം നൽകുക. എന്നിട്ട് നമുക്ക് ഇതിനെ വായിക്കുക. നക്ഷത്രം പടച്ചവൻ അല്ലാഹു. നക്ഷത്രം പടച്ചവൻ അല്ലാഹു. മൂന്നാമത്തെ ചിത്രം കണ്ടില്ലേ? ഒട്ടകം. ഒട്ടകം പടച്ചവൻ അല്ലാഹു. ഒട്ടകം പടച്ചവൻ അല്ലാഹു. അപ്പോൾ എല്ലാ വസ്തുക്കളെയും ജീവികളെയും പടച്ചത് അല്ലാഹു ആണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ? ആ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. അല്ലാഹുവിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുക. അല്ലാഹുവിൻ്റെ ഓർമ്മ നമുക്കുണ്ടാകണം. കാരണം നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുന്നത് അല്ലാഹുവാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ട സകല സുഖ സൗകര്യങ്ങളെല്ലാം നൽകിത്തരുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. അല്ലാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.